ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ അമ്മൂസിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് സേമിയ പായസം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മധുരം കഴിച്ചുകൊണ്ടാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പായസമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കുടിക്കാൻ. അപ്പോൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. മൈലാഞ്ചി ഇടുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ. ആൾക്ക് നല്ല തലവേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ ആൾ ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള മൈലാഞ്ചിയൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആൾ ഇടുന്നതിൻ്റെ ഒരു റെഫറൻസ് പിക്ചർ നമുക്ക് ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ട് 2-3 ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഡിസൈനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ മൈലാഞ്ചി ഇടുന്നതും വരയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കും പിന്നെ ഭാവിക്ക് എല്ലാവർക്കും ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അവളുടെ വീട്ടിൽ ഇടാൻ വേണ്ടി പോയിരുന്നത്. എനിക്ക് ഒരു കയ്യിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു, അടുത്ത കയ്യിൽ എൻ്റെ അനിയത്തി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ ഷിനിയാണ്. അങ്ങനെ ഒരു പുറം ഭാഗം ഫുള്ളും ഫിനിഷ് ആയിട്ടുണ്ട്. അവൾക്കിങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അവൾക്ക് കുറച്ച് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം വിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിനെ അകത്താണ് ഇടാൻ പോകുന്നത്. അകത്ത് നമുക്കൊരു ഡിസൈന് വേറെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തെ ഡിസൈനാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മെഹന്തി ഇടുന്ന ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും. എനിക്ക് ഇപ്പം തന്നെ ചെറുതായിട്ട് കഴുത്ത് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് വരച്ച് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം അടിപൊളിയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് എനിക്കാണ് കേട്ടോ വരയ്ക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലും ജസ്റ്റ് ഒരു ഡിസൈൻ വരച്ചു. അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, എനിക്കറിയാവുന്ന പോലെ ഒരു ഡിസൈൻ വരച്ചു എന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഷിനി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിനിക്കും ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈൻ വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏകദേശം എൻ്റെ പോലത്തെ ഒരു ഡിസൈനും ഞാൻ അവൾക്ക് വരച്ചു കൊടുത്തിട്ടാ. അപ്പോഴാണ് ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്ക് വരച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബേബിക്ക് വരച്ചു കൊടുത്തു. ആൾ ചെറുതായിട്ട് കൈ ഇങ്ങനെ അനക്കണുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ ഒന്നും ആയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരു ചെറിയ താമരയും പൂവൊക്കെ വരച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാ. 2 കയ്യിലും ഞാൻ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലും ഒരു സൈഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഷിനിക്ക് ഒരു കൈ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തി എൻ്റെ ഇപ്പുറത്തെ കയ്യിൽ ഇട്ട് തന്നു. ഓളുടേതായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വരച്ചത്. നമുക്ക് റെഫറൻസും പിക്ചറും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരയ്ക്കാം. എനിക്ക് കയ്യിലൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഇടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ എനിക്ക് ഈ ഒരു പ്രാന്തില്ലായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആരുടെ വരച്ച പിക്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒക്കെ എല്ലാവരും ഭയങ്കര ബിസി ആയതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അനിയത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷ് ചെയ്തിട്ടില്ല. ഒരു പുറം മാത്രമായിട്ടുള്ളൂ. ഒരെണ്ണം കയ്യിൽ ചുമക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു, അതാണിത്. ബാക്ക് സൈഡിൽ ഇട്ടിട്ടില്ല, ഫ്രണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തി ഇതേ കുത്തിരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിങ്ങൾക്ക് ഏത് മൈലാഞ്ചിയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.